ബുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയും, കുറേ ദൂരം നിന്നാണ് വരുന്നത്. ബുദ്ധൻ്റെ അടുത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്, ഭയങ്കര ജ്ഞാനിയായ ഗുരുവായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഇയാൾക്ക് നിർവ്വാണം എൻലൈറ്റൻമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ട് ഇയാളൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ട് ഒരു മനുഷ്യൻ ദൂരദേശത്ത് നിന്ന് കുറേ വഴിത്താരകളൊക്കെ താണ്ടി ബുദ്ധൻ്റെ അടുത്ത് വരും. എന്നിട്ട് ബുദ്ധൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബുദ്ധൻ ഇങ്ങനെ ചിരിച്ചിട്ട് അയാളെ നോക്കിയിട്ട് ചോദിക്കും, എന്തൊക്കെയാണ് നിൻ്റെ പ്രശ്നങ്ങൾ? അത് കുറേ ഉണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കർഷകനാണ്, പലപ്പോഴും മഴ കിട്ടുന്നില്ല. അപ്പോൾ മഴ കിട്ടാതെ ആകുമ്പോൾ വിളവിനെയൊക്കെ അത് ബാധിക്കും, കൃഷിനെ അത് ബാധിക്കും. പിന്നെ ചില സന്ദർഭങ്ങളിലാണെങ്കിൽ മഴ അങ്ങ് പെയ്തിട്ട് പ്രളയം വരും, അപ്പോൾ അതിനേക്കാൾ പ്രശ്നമാണ്. പിന്നെ ഇത് രണ്ടും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അതായത് വരൾച്ചയില്ല പ്രളയം ഇല്ലാതിരിക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയോ വരുന്ന കുറേ കുരങ്ങുകളും ഈ വെട്ടുകിളികളും ഒക്കെ കൂടി വിളവ് നശിപ്പിക്കും. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ വേറൊന്ന്, എനിക്ക് മര്യാദക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബുദ്ധൻ ചോദിക്കും, ഓ ഇതാണോ നിൻ്റെ പ്രശ്നം? തീർന്നിട്ടില്ല, ഇത് മാത്രമല്ല എൻ്റെ പ്രശ്നം. എനിക്കൊരു ഭാര്യയുണ്ട്, അവർക്ക് എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല, അവരെന്നെ കാര്യമായിട്ട് പരിഗണിക്കണമൊന്നുമില്ല, കെയർ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഗുരു ചോദിക്കും, തീർന്നോ? ഇത്രയേ ഉള്ളൂ എൻ്റെ പ്രശ്നം? അല്ല, കഴിഞ്ഞിട്ടില്ല. എൻ്റെ മക്കളുണ്ട്, അവർ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല. ഞാൻ അവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അവർ തർക്കുത്തരം പറയാം, അവർ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല. തീർന്നോ? അല്ല, തീർന്നിട്ടില്ല. എൻ്റെ സഹോദരങ്ങളുണ്ട്, അവർക്ക് എൻ്റെ സ്വത്തിലും എൻ്റെ വിളവിലും ഒക്കെ കണ്ണുണ്ട്. എൻ്റെ കച്ചവടക്കാരൊക്കെ, എൻ്റെ കച്ചവടത്തിൽ പാർട്ട്ണർമാരായ ആളുകളൊക്കെ എന്നെ പറ്റിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞോ നിൻ്റെ പ്രശ്നം? ഇല്ല, എനിക്ക് ശരീരത്തിന് പല വേദനകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, പഴയ പോലെ അധ്വാനിക്കാനൊന്നും പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഇയാൾ പറയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും എനിക്കൊരു 100 പ്രശ്നമെങ്കിലും ഉണ്ട്. മൊത്തം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 പ്രശ്നമെങ്കിലും എനിക്കുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ജ്ഞാനിയായ ഗുരുവാണ്, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങളടുത്ത് വന്നിട്ട് എല്ലാ പ്രശ്നത്തിനും ഉത്തരം കണ്ടുപിടിച്ച് കളയാം, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കളയാം എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. ഇത് ഓരോന്നോരോന്നായി പരിഹരിച്ച് തരൂ എന്ന് പറയും. അപ്പോൾ ബുദ്ധൻ എണീറ്റിട്ട് പതുക്കെ ചായ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് കൊടുക്കും. എന്നിട്ട് ബുദ്ധൻ ഇങ്ങനെ മിണ്ടാതിരിക്കും. അപ്പോൾ ഇയാൾ പറയും, എന്താ ഉത്തരം പറയൂ, എനിക്ക് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വേണം, ഓരോന്നോരോന്നായിട്ട് പരിഹാരം പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ ബുദ്ധൻ പറയും, നിങ്ങളുടെ ഒരു പ്രശ്നത്തിനും എൻ്റെ അടുത്ത് പരിഹാരമില്ല എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വരും, ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് നിങ്ങൾ ഭയങ്കര നിർവ്വാണം കിട്ടിയ ആളാണ്, നിങ്ങൾ എല്ലാവർക്കും പ്രബുദ്ധത കൊടുക്കുന്ന ആളാണ്, എല്ലാത്തിനും ഉത്തരമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഈ സാധാരണ പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ബുദ്ധനാണ്, നിങ്ങളെന്ത് ഗുരുവാണ്, നിങ്ങൾക്ക് എന്ത് അവേക്കനിങ് ആണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര ദേഷ്യപ്പെടും, അയാൾക്ക് അമർഷം വരും. അപ്പോൾ ബുദ്ധൻ പറയും, നിങ്ങൾക്ക് ഒരു 100 പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിന് ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒന്ന് പരിഹരിക്കുമ്പോൾ വേറൊന്നുണ്ടാവും, അത് പരിഹരിക്കുമ്പോൾ വേറൊന്ന് വരും, അതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അത് തീർക്കലല്ല എൻ്റെ പണി, എൻ്റെ അടുത്ത് അതിനൊന്നും ഒരു ഉത്തരവില്ല, എൻ്റെ അടുത്ത് അതിനുള്ള പരിഹാരങ്ങളൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരു 100 പ്രശ്നമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര നിരാശ തോന്നും. ഞാൻ ഇത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് ഇയാളുടെ അടുത്ത് വന്നത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പ്രതീക്ഷിച്ചിട്ടാണല്ലോ, ഇയാളുടെ അടുത്ത് ഒരു സൊല്യൂഷനും ഇല്ല, ഇയാൾ വെറുതെ അതും പറയാണെന്ന് തോന്നും. അപ്പോൾ ബുദ്ധൻ പറയും, നിങ്ങൾക്ക് 101ാമത്തെ പ്രശ്നമുണ്ട്, അതിനുള്ള പരിഹാരം ഒരു പക്ഷേ എനിക്ക് തരാൻ പറ്റും എന്ന് പറയും. അപ്പോൾ അയാൾ 101ാമത്തെ പ്രശ്നം, 100 പ്രശ്നമാണ് ഞാൻ കൗണ്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത്, 101ാമത്തെ പ്രശ്നം എന്താ എന്ന് ചോദിക്കും. നിങ്ങളുടെ 101ാമത്തെ പ്രശ്നം, എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടുന്ന് ഉടനടി പരിഹാരം വേണം എന്ന നിങ്ങളുടെ ചിന്തയില്ലേ, അതാണ് നിങ്ങളുടെ 101ാമത്തെ പ്രശ്നം. അതിനുള്ള പരിഹാരം വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, പക്ഷെ അത് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം ആയിട്ട് പറയാൻ പറ്റില്ല, അതിന് നിങ്ങളിവിടെ കുറച്ചു കാലം സഹവസിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റിയേക്കും എന്ന് ശ്രീബുദ്ധൻ അദ്ദേഹത്തോട് പറയുന്നതായിട്ട് നമുക്ക് കാണാം.